നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മകളുടെ യാത്രയയപ്പ് യോഗത്തിൽ അച്ഛൻ ഉദ്ഘാടകനായി. വെള്ളിയൂർ ജുമാ മസ്ജിദ് കമ്മിറ്റിയാണ് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന 3 അധ്യാപകർക്കാണ് പള്ളി കമ്മിറ്റി യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. വെള്ളിയൂർ ജുമാ മസ്ജിദ് ഹെഡ് മിസ്ട്രസ് ബിന്ദു ടീച്ചർ, സി നസീറ ടീച്ചർ, ടി മുഹമ്മദ് മാസ്റ്റർ എന്നിവർക്കാണ് പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി ശ്രദ്ധേയമായത്. യാത്രയയപ്പ് സംഗമം പള്ളിയും പള്ളിക്കൂടവും തമ്മിലുള്ള ബന്ധവും മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മികച്ച മാതൃകയായി. 20 വർഷത്തോളം നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്ററായി സേവനമനുഷ്ഠിച്ച നാടിൻ്റെ ഗുരുവായ MV രാഘവൻ മാസ്റ്റർ യാത്രയയപ്പ് സംഗമം ഉദ്ഘാടനം ചെയ്തു. പിന്നെ അതേ കുറച്ച് കുട്ടികൾ ഒരൊറ്റ കുട്ടീനെ കിട്ടിയില്ല. കുറേ കുട്ടികൾ കുട്ടാണ്ടിലേക്ക് പോകും, കുറേ കുട്ടികൾ കായലിലേക്ക് പോകും. പിന്നെ കായനാട്ട് കുട്ടികൾ കായലിലേക്ക് പോകും. വാളൂർ കുട്ടികൾ പൊതുവെയുള്ള അത്രയും കുറച്ച് കുട്ടികളുണ്ട്. 2 ഡിവിഷന് ഏതാണ്ട് 2 ഡിവിഷനുണ്ട്. അങ്ങനെയാണ്. വെള്ളിയൂർ ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് SK ലത്തീഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന അധ്യാപകർക്ക് MV രാഘവൻ മാസ്റ്റർ ഉപഹാര വിതരണം നടത്തി. റിട്ടയർഡ് AEO T അബൂബക്കർ മുഖ്യപ്രഭാഷണം നടത്തി. രാഘവൻ മാസ്റ്ററെ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് SK ലത്തീഫ് മാസ്റ്റർ പൊന്നാട് അണിയിച്ച് ആദരിച്ചു. വെള്ളിയൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം പ്രസിഡന്റ് രമേശൻ മാസ്റ്റർ, K മൊയ്തു മാസ്റ്റർ, അബൂബക്കർ KM, മജീദ് എടവന, K ഹമീദ്, കലന്തൻ KK, N അഹമ്മദ് മദീനി, ആയിഷ PK, VM അബ്ദുള്ള, ഷംസുദ്ദീൻ ചാലിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. MV ബിന്ദു ടീച്ചർ, T മുഹമ്മദ് മാസ്റ്റർ, C നസീറ ടീച്ചർ എന്നിവർ മറുമൊഴി നൽകി. മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. എന്തായാലും എൻ്റെ പേര് എല്ലാവർക്കും, ഈ ഭാഗത്തുള്ള എല്ലാവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അച്ഛൻ മാത്സിൻ്റെ ടീച്ചർ ആയതുകൊണ്ട് തന്നെ പേര് സജസ്റ്റ് ചെയ്തത്, പേര് അന്ന് എടുത്തത് ബിന്ദു എന്നുള്ള പേരാണ്. ആ മാത്സിലുള്ള പേര് തന്നെയാണ് എടുത്തത്. അതുകൊണ്ട് എന്നെ കണ്ടിട്ടില്ലെങ്കിലും ആളുകൾക്കൊക്കെ അറിയാം, ആ രാഘവമാഷമോള് ബിന്ദു. എന്നെ അറിയില്ലെങ്കിലും എന്നോട് ചോദിക്കും, ആ ബിന്ദു അല്ലേ? ഇപ്പൊ ഒന്നും പേര് പരിചയമൊന്നും ഉണ്ടാവില്ല, എന്നാലും ബിന്ദു അല്ലേ ചോദിക്കുക. ആ പേര് അങ്ങനെ കണക്കിലുള്ള പേരായതുകൊണ്ട് തന്നെ അതെല്ലാവർക്കും അറിയാൻ പറ്റില്ല. 9-10 പഠിക്കുമ്പോൾ ഈ പള്ളി ഇവിടെ ഇല്ല. അന്ന് ഇവിടെ ആകെ ചാകത്തില്ല. അതുകൊണ്ട് അന്ന് അക്കാലത്തെ പള്ളിയുമായിട്ടുള്ള അനുഭവങ്ങളൊന്നുമില്ല. 98 ഞാൻ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിക്കുന്ന സാർ തന്നെയാണ്, സാർ തന്നെയാണ് അന്നും ഹെഡ് മാസ്റ്റർ. ഞാൻ വരുമ്പോൾ പ്രിൻസിപ്പളായിട്ട് മാറി. സാർ തന്നെ 10ാം ക്ലാസ്സിൽ മാത്സ് പഠിപ്പിച്ചൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ ക്ലാസ് ഫോൺ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു യാത്രയാണ് തീർച്ചയായും ഇത് നമ്മുടെ കാലത്തിന് അത്യാവശ്യമാണ്. മതത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ തീർച്ചയായും നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഇത് ഏറെ സൗഹാർദ്ദം നിലനിർത്താനുള്ള നിങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള സംരംഭത്തിൽ തീർച്ചയായും ഞാനും ഉണ്ടാവും എന്ന്, ഇൻഷാ അല്ലാഹ് ഞാൻ ഉണ്ടാവുമെന്ന് ഈ വേളയിൽ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. വെള്ളിയൂർ ജുമാ മസ്ജിദ് സെക്രട്ടറി K മുബീർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ C മുസ്തഫ നന്ദിയും പറഞ്ഞു. TT അബ്ദുൽ സലാം ഖിറാഅത്ത് നടത്തി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.